ഹലോ ഗൈസ്, നമുക്ക് എങ്ങനെ ഇൻഷോട്ടിൽ തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്കെല്ലാം യൂസ്ഫുൾ ആകുന്നുള്ളൊരു വീഡിയോ ആണിത്. സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണേ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇൻഷോട്ടിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇൻഷോട്ട് ഓപ്പൺ ആക്കുകയാണ്. അപ്പം ഇൻഷോട്ട് ഓപ്പൺ ആക്കി കഴിയുമ്പോൾ ഇതിലൊരു കൊളാജ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. റൈറ്റ് സൈഡിൽ ഒരു കൊളാജ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. അത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിന് മുകളിൽ ഗ്രിഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണിക്കും, ഗ്രിഡ് എന്ന് പറഞ്ഞിട്ട്. അതിൽ നമുക്ക് ഇഷ്ടമുള്ളൊരു പിക്ചർ സെലക്ട് ചെയ്യും. ഇപ്പോൾ നമ്മൾ എന്തായാലും തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിക്ചർ സെലക്ട് ചെയ്യണമല്ലോ. അപ്പം ആ ഒരു പിക്ചർ നമ്മൾ ഓൾറെഡി നമ്മുടെ ഫോട്ടോസിൽ ഇട്ട് വെക്കുക. അപ്പോൾ അത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ഈ ഒരു ചിക്കൻ കറിയുടെ ഒരു ഫോട്ടോയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഫോട്ടോ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനെ ഇനി ക്യാൻവാസ് കൊടുക്കുക. അപ്പോൾ താഴെ കണ്ട ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. ഗാലറി, ലേഔട്ട്, ബോർഡർ, ക്യാൻവാസ്, ഫിൽറ്റർ, അഡ്ജസ്റ്റ്മെൻറ്റ്, എഫക്റ്റ്, ബാക്ക്ഗ്രൗണ്ട്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ക്യാൻവാസ് സെലക്ട് ചെയ്ത് അപ്പോൾ ഒരുപാട് സൈസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ യൂട്യൂബിൻ്റെ സൈസ് എന്ന് പറയുന്നത് 16:9 എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു നടുക്ക് കിടക്കുന്ന ആ ഒരു ലാൻഡ്സ്കേപ്പ് ടൈപ്പിലുള്ള ആ ഒരു സൈസാണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് സൈസസ് ഉണ്ട്. ഇപ്പോൾ FBയിലാണെങ്കിൽ 4:3 അങ്ങനെ പറഞ്ഞിട്ട് 3:4 അങ്ങനെ ഒരുപാടുണ്ട്. അപ്പോൾ നമ്മളിവിടെ 16:9 ആണ് നമ്മളിവിടെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ സെലക്ട് ചെയ്ത സമയത്ത് കണ്ടോ നമ്മുടെ ആ പിക്ചർ ഭയങ്കരമായിട്ട് വലുതായിപ്പോയി. അപ്പോൾ നമ്മുടെ ഫോട്ടോസ് നമുക്ക് എന്ത് ചെയ്യണം? നമുക്കിനി അത് ചെറുതാക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് ഈ ഫോട്ടോസ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതിനൊരുപാട് കണ്ടോ ഇവിടെ കാണിക്കുന്ന ആ ഒരു ആരോയിൽ നമ്മളിങ്ങനെ അതിങ്ങനെ നീക്കി കൊടുക്കുമ്പോഴേക്കും അതിൻ്റെ സൈസ് മാറുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇപ്പം നിങ്ങൾക്ക് സൈഡിലായിട്ട് ഇതിൻ്റെ പിക്ചേഴ്സ് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി സെൻറ്ററിൽ കൊടുക്കണോ അങ്ങനെ ചെയ്യാം. ഇഷ്ടമുള്ള രീതിയിൽ നമുക്കിതിനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ എനിക്ക് ഒരു ഇഷ്ടം തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇടത് സൈഡിലായിട്ട് കൊടുക്കുമ്പം എനിക്ക് കുറച്ചുകൂടെ ഭംഗി തോന്നി. കാരണം നമുക്ക് എഴുതുന്നത് റൈറ്റ് സൈഡിൽ എഴുതാം എന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ ഇങ്ങനെ ഇത് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടോ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മുടെ ഇഷ്ടാനുസരണം നമുക്കിത് കൊടുക്കാം. ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ഇരിക്കും. കണ്ടോ ഇപ്പം ഒത്തിരി സൂമിങ്ങും ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് ഒത്തിരി സ്മോൾ ആക്കാനും പറ്റുകയും ചെയ്യും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ആരോയിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമേ. ഇനി നമ്മൾ അടുത്ത ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ്. ഇപ്പം ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് വൈറ്റ് ആണല്ലോ. അപ്പോൾ ഇതിന് താഴെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതിൽ കണ്ടോ താഴെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട്. അതിൽ നമുക്ക് വേണേൽ കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ബ്ലാക്കോ ഇഷ്ടമുള്ള കളർ നമുക്കിങ്ങനെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. പിന്നെ അതല്ലാണ്ട് തന്നെ നമ്മളിപ്പം എടുത്തിരിക്കുന്ന ആ ഒരു ചിക്കൻ കറിയുടെ തന്നെ ഒരു ബ്ലറർ ഇമേജും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ കണ്ടോ ഇത് ഇടുമ്പോൾ എനിക്ക് കുറച്ചുകൂടെ ഞാൻ കൂടുതലും വീഡിയോസിൽ ഇതാട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പം എനിക്ക് ഇത് ഇടാൻ ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ഒരു ബ്ലറർ ഇമേജും വേണേൽ കൊടുക്കണമെങ്കിൽ കൊടുക്കാം. അപ്പം ഞാനത് അങ്ങ് സെലക്ട് ചെയ്തു. ഇനി അടുത്തത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ കണ്ടോ ഇപ്പം ഇത് ഇത്രയും സെറ്റാക്കി. അപ്പോൾ നമ്മൾ ഇതുമായിട്ടത് നന്നായിട്ട് മാച്ച് ആവുന്നുണ്ടോ, അത് റെഡി ആവുമോ എന്നൊക്കെ നമ്മൾ നോക്കുക. അപ്പോൾ ഇതുമായിട്ട് സെറ്റാണെന്ന് എനിക്ക് ഒരിഷ്ടം തോന്നി. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ താഴെ കണ്ടോ ഫിൽറ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ കണ്ടോ. അതിൽ നമുക്ക് ബ്രൈറ്റ് ഉണ്ട്, പിങ്ക് ഉണ്ട്, ലൈറ്റ് ഉണ്ട്, വിൻറ്റേജ് ഉണ്ട്, അങ്ങനെ ഇഷ്ടമുള്ള എഫക്റ്റുകളുണ്ട്. അപ്പോൾ അതിടുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ നമ്മുടെ ആ ഒരു കറിയുടെ ഒരു കളർ കുറച്ചുകൂടെ ഇങ്ങനെ എൻഹാൻസ് ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇഷ്ടമുള്ള കളർ നമുക്ക് കൊടുക്കാം. പക്ഷേ എനിക്കിതൊന്നും അത്ര ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ഒറിജിനലായിട്ടുള്ള ഫോട്ടോസ് തന്നെയാണ് ഇഷ്ടപ്പെട്ടത്. പിന്നെ അതല്ലാതെ തന്നെ നമുക്ക് പിന്നെ വരുന്ന ഓപ്ഷൻ എന്നാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതും ഇതുപോലെ തന്നെ നമ്മുടെ ഈ ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന എന്തോ ഒരു ഓപ്ഷനാണ് കണ്ടോ. ലൈറ്റ്നെസ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. അത് നമുക്കിങ്ങനെ കൂട്ടിയും കുറച്ചും ഒക്കെ കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ അതൊരു ഡിം ആവുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പം അതും ഞാൻ കുറച്ചിങ്ങനെ ഒരു എഫക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ സ്റ്റിക്കർ എന്നെഴുതിയ ഒരു ഓപ്ഷനുണ്ട്. അതിൽ നമുക്ക് ഇഷ്ടമുള്ള സ്റ്റിക്കേഴ്സ് കൊടുക്കാം. ഇമോജീസ് ഉണ്ട്. ഇത് കണ്ട് ഇപ്പോൾ നമുക്ക് ഷെയർ എന്നുള്ള ഓപ്ഷൻ ഇപ്പോൾ നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണേൽ വീഡിയോയിൽ ഇത് ആഡ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ തംബ്നെയിൽ നമ്മളങ്ങനെ കൊടുക്കാറില്ലല്ലോ. പിന്നെ നമുക്ക് ഇമോജീസും അവൈലബിൾ ആട്ടോ ഇതിൽ. അതായത് നമുക്ക് സ്റ്റിക്കേഴ്സ് മാത്രമല്ല ഇമോജീസും ഉണ്ട്. പിന്നെ ഇതിൽ എന്തോ ഒരു ഫ്രെയിമുകളുണ്ട്. ഇത് കണ്ടോ ചതുരത്തിലുള്ള ഫ്രെയിമുണ്ട്, റൗണ്ട് ഉണ്ട്, അതുപോലെ തന്നെ ഇതുപോലത്തെ ലവ് ഉണ്ട്, ഡയമണ്ട് ഉണ്ട്, സ്റ്റാർ ഉണ്ട്, അങ്ങനെ ഒരുപാട്
എന്താ പറയുക ഫ്രെയിമുകളും ഇതിൽ ഇങ്ങനത്തെ ഒരു ഫീച്ചേഴ്സും ഇതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. അതൊക്കെ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. ഇപ്പം അതൊന്നും അങ്ങനെ ചെയ്യേണ്ട ഒരു ഫോട്ടോസ് അല്ലല്ലോ ഇത്. അതുകൊണ്ട് ഞാനൊന്നും ചെയ്തില്ല. എൻ്റെ ഒറിജിനൽ ആയിട്ടുള്ള തന്നെ ഫോട്ടോസ് എടുത്ത് ഇത്ര ഫീച്ചേഴ്സ് ഉണ്ട് എന്ന് ഞാൻ കാണിക്കുക കേട്ടോ. അപ്പം ഇത് അങ്ങനെ ചെയ്യാം. പിന്നെ നമുക്ക് അടുത്ത വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ടെക്സ്റ്റാണ്. ടെക്സ്റ്റിൽ നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് ടൈപ്പ് ചെയ്യാം. ഇപ്പം എൻ്റെ മംഗ്ലീഷ് കീപാഡ് ഉള്ളത് കൊണ്ട് എനിക്ക് വേണമെങ്കിൽ മലയാളത്തിലും ടൈപ്പ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ഇംഗ്ലീഷിലും ടൈപ്പ് ചെയ്യാം. ഇപ്പം ഞാൻ ചിക്കൻ കറി എന്ന് പറയുന്ന ഒരു വേർഡാണ് ടെക്സ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഞാൻ ചിക്കൻ കറി എന്ന് സ്മോൾ ലെറ്ററിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പം ഞാൻ അത് എഴുതി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് എന്താ പറയുക, നമുക്ക് വലുതാക്കാം, ചെറുതാക്കാം. അതിൽ താഴെ കാണുന്ന ആ ഒരു ആരോ കണ്ടോ, അതിനെ സെലക്ട് ചെയ്തതിന് സൈഡിലായിട്ട് ആ ഒരു എഡിറ്റിൻ്റെ തൊട്ട് താഴെ കിടക്കുന്ന ഒരു ലൈൻ പോലത്തെ ഒരു സംഭവം ഉണ്ടല്ലോ, അതിൽ നമുക്കിതിനെ വലുതാക്കാം, ചെറുതാക്കാം. ഇനി എഴുതിയതിനെ നമുക്ക് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ എഡിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി. അതിനുശേഷം നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്, നമ്മൾ അതിൻ്റെ കളേഴ്സ് മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ കളറിൻ്റെ ആ ഒരു സിമ്പിൾ ഉണ്ടല്ലോ അതിൽ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ കളർ മാറ്റി കൊടുക്കാം. ഇപ്പം ഞാൻ അതിന് താഴെ കുറച്ച് ഓപ്ഷൻസ് കണ്ടോ, ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ഒരു യെല്ലോ, അങ്ങനെ ഒരു കളർ സെലക്ട് ചെയ്തത് കൊണ്ടാണ് എൻ്റെ ആ ഒരു വേർഡ്സ് അങ്ങനെ ഇരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ തൊട്ട് ഇപ്പറയായിട്ടുള്ള ഓപ്ഷൻസ് സെലക്ട് ചെയ്യും. ഇപ്പോൾ ഞാൻ റെഡ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ വൈറ്റ് കളർ വേർഡിൻ്റെ അകത്ത് റെഡ് കളർ ബാക്ക്ഗ്രൗണ്ട് വരും. അതുപോലെയുള്ള പല പല ഓപ്ഷൻസ് അത് നമുക്കിങ്ങനെ മാറ്റി മാറ്റി ചൂസ് ചെയ്ത് നോക്കാം. നമുക്ക് ഇഷ്ടപ്പെടുന്ന ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സെലക്ട് ചെയ്യാവേ. ഇങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഇതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്, ഒരുപാട് ടെക്സ്റ്റ്. ഇതെല്ലാം നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കേട്ടോ. ഒന്നിനും നമുക്ക് പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ടൊന്നും തന്നെ ഇല്ല. എല്ലാം നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ടെക്സ്റ്റ് കാര്യങ്ങളും ഒക്കെയാണ്. അപ്പം ഞാൻ ഇത് തന്നെ സെലക്ട് ചെയ്തു. പിന്നെ നമുക്ക് ചെയ്യാവുന്നത്, ഞാൻ പിന്നെ കളർ ഇങ്ങനെ മാറ്റി മാറ്റി നോക്കുമായിരുന്നു, ഏതാ നമുക്ക് നല്ലതെന്ന് അറിയാൻ വേണ്ടിയിട്ട് കളറൊക്കെ മാറ്റി നോക്കി. അപ്പോൾ എനിക്കിതിനോട് തന്നെ ഒരു ഇഷ്ടം തോന്നി, ഞാൻ അത് തന്നെ എടുത്തു. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ നമുക്ക് ഫോണ്ടുകൾ ഇനി മാറ്റി നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ഒരു ഫോണ്ടിൻ്റെ ആ ഒരു ചിഹ്നം കണ്ടോ, അതെടുത്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ടുകൾ മാറ്റി മാറ്റി കൊടുക്കുക. അപ്പം ഞാൻ ഓരോന്നുമായിട്ട് എടുത്ത് നോക്കി. അപ്പം എല്ലാം നല്ല ഇത് തന്നെയാണ്, പക്ഷേ നമുക്ക് വായിക്കാനും പറ്റണം, എന്നാലും കാണുമ്പോൾ ഒരു സ്റ്റാൻഡേർഡും തോന്നണം. ആ രീതിയിൽ നമുക്ക് സെലക്ട് ചെയ്യാം. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളത് ഈ ഒരു ഫോണ്ടാട്ടോ. ഞാൻ കൂടുതലും ഇതാണ് യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ട് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പം ഫോണ്ടുകൾ ഞാൻ കുറേ എണ്ണം നോക്കിയിട്ട് എനിക്കിഷ്ടപ്പെടുന്ന എല്ലാം ഞാൻ ഇങ്ങനെ സെലക്ട് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ സെലക്ട് ചെയ്ത് അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത്, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കി നമുക്ക് സൂട്ടാവുന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാവേ. ഇനി ഇതിൻ്റെ ഒരു സൈഡിലായിട്ടൊരു ആരോ പോലെ കണ്ടോ, അത് വെച്ചിട്ട് നമുക്കിതിനെ സെൻറ്ററിൽ വേണോ എങ്ങോട്ട് വേണമെങ്കിലും നമുക്കതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ സൈസ് കുറയ്ക്കണോ അങ്ങനെ ചെയ്യാം. ഇനി നമുക്കതിനെ എങ്ങോട്ടേക്ക് മാറ്റണോ, ഏത് സ്ഥലത്താണ് നമ്മുടെ ആ ഒരു എഴുത്ത് കാണിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ രീതിയിൽ ഇത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പം ഞാൻ ഒരു സെൻറ്ററിലായിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ചെയ്യാനായിട്ട്. അപ്പം നമ്മൾ ആ സെൻറ്റർ പോർഷനിൽ തന്നെ ഇത് ചെയ്യാൻ നോക്കുക. അപ്പം നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരു സെൻറ്ററിലായിട്ടാണ് ഞാനിത് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. നമുക്കിനി സൈസ് ഞാൻ ഈ ഒരു സൈസാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയും ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മുടെ ഫൈനലായിട്ട് നമ്മൾ ഇത് മതിയെന്നുള്ള രീതിയിൽ നമ്മൾ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിലായിട്ട് എക്സ്പോർട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് ആ എക്സ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ആ എക്സ്പോർട്ടിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേനും ഓട്ടോമാറ്റിക്കലി ഇത് നമ്മുടെ ഗ്യാലറിയിലോട്ട് സേവ് ആയിക്കോളും. പിന്നീട് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ടാറ്റാ.